ഗൈസ് ഈ കവർ തലയിലിട്ടിട്ട് പോകുന്നതാണ് അബി. അബി ഒന്ന് തിരി, ഒന്നിങ്ങോട്ട് നോക്ക അബി. ഇത് നിവ്യ. നിവ്യ യാ, എങ്ങോട്ടാ പോണത് നമ്മള്? യെസ്, മാങ്ങ പറിക്കാൻ കുട്ടി മാങ്ങ തിന്നുന്നുണ്ട്. അപ്പൊ ആഗ്രഹം നമ്മളങ്ങ് സാധിച്ചു കൊടുക്കാൻ പോകും. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു യാത്രയാണ് കേട്ടോ മാങ്ങ പറിക്കൽ. റോഡ് സൈഡിൽ നിൽക്കുന്ന ആ മാവിൽ നിന്ന് മാങ്ങ പറിക്കാൻ വേണ്ടി കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവകാശി ആരാണെന്നൊന്നും അറിയില്ല, എങ്കിലും ഞങ്ങൾക്ക് 2 മാങ്ങ പറിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അബിക്ക് എന്താ പറയുക, ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം എന്ന് അബി ആഗ്രഹം പറഞ്ഞു തന്നാൽ പിന്നെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇതെന്താ ഇത്? അപ്പം അങ്ങനെ ഞങ്ങൾ നല്ല മാവിൻ്റെ ചുവട്ടിലെത്തി കേട്ടോ. ഇവിടെ നിന്നല്ല, പക്ഷേ ഇപ്പോൾ ഇവിടെ എനിക്ക് നടത്തി കയറാനുള്ള ഗൈസ് മാങ്ങ ഇട്ടിരിക്കുന്നു. വല്ല നീറുറുമ്പോ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ മാങ്ങ ഫുള്ളൊന്ന് സ്കാൻ ചെയ്തെടുത്ത് പറ്റുന്ന വിധത്തിൽ മാങ്ങ പറിക്കാനുള്ള തയ്യാറെടുപ്പായിട്ടോ. അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ നിന്ന് മാങ്ങ പറിച്ചിങ്ങെടുത്തു ഞങ്ങൾ. ഇതെന്തോ കോമാങ്ങ. അപ്പം ഞങ്ങൾ വേട്ടയാടൽ തുടങ്ങിയിരിക്കുകയാണ്. 2 പിള്ളേർ നമ്മളെ തന്നെ നോക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. നിറച്ച് മാങ്ങയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ടുന്ന മാങ്ങയൊക്കെ ഞങ്ങൾ പറിച്ചു വിട്ടതേ. എന്നെ കണ്ടില്ല എന്ന് വേണ്ട, അത് അബി ചാടിയൊക്കെയാണ് കേട്ടോ മാങ്ങ പറിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ പറിച്ച മാങ്ങയൊക്കെ കൂട്ടി വെച്ചു. അതിസാഹസികമായി തന്നെ നിവ്യ പോക്കറ്റിൽ ഒളിപ്പിച്ചിരിക്കുന്ന സഞ്ചി, അതായത് നമ്മുടെ 50 പൈസയുടെ സഞ്ചി, പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ മാങ്ങയൊക്കെ പെറുക്കി കൂട്ടി. ആ ഒരു സമയത്ത് തന്നെ അവിടുന്ന് ഓണർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ ഞങ്ങളോട് മാങ്ങ പറിക്കല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. ആരാ? ഞാനല്ല.